ഇതില് വളരെ വ്യക്തമായിട്ട് കാര്യം നമ്മള് ഇന്ത്യ മഹാരാജ്യത്ത് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ പ്രതിപക്ഷത്തിന്റെ വെപ്രാളം കണ്ടാൽ തന്നെ നമുക്ക് കാര്യം വ്യക്തമാകും. ഇനി അവർ ഉന്നയിക്കാൻ പോകുന്ന വിഷയം എന്താണ്? അത് ജയിക്കാൻ ജനമധ്യത്തിലേക്ക് ഫ്ലോറിൽ ജയിക്കാൻ സാധ്യമാകില്ല എന്ന് കാണുമ്പോൾ അവർ വെപ്രാളം കൂട്ടുകയാണ്. ഇന്നലെയൊക്കെ ചില ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ആളുകൾ കെ.സി. വേണുഗോപാലിനെ പോലെയുള്ള ആളുകൾ പോലും അദ്ദേഹം പറയുന്നത് എന്തിനാ വെച്ചാൽ ഇപ്പോ അവിടെ തിരിമറി നടക്കാൻ സാധ്യതയുണ്ട്, അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. ഇത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ബി.ജെ.പി എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയപ്പെടുന്നത് ബി.ജെ.പിയുടെ യഥാർത്ഥ എക്സിറ്റ് പോൾ ഫലം എന്താ? ബി.ജെ.പിയുടെ പേജ് പ്രമുഖന്മാർ എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയുടെ പ്രവർത്തകർ ഫ്ലോറിൽ കൃത്യമായി പ്രവർത്തിച്ചതിന്റെ റിപ്പോർട്ടാണെന്നേ ബി.ജെ.പിയുടെ എക്സിറ്റ് പോൾ എന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് 400 സീറ്റിലേക്ക് ബി.ജെ.പി എത്തുമെന്ന് പറഞ്ഞത്? വെറുതെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് പോലെ വെറുതെ ഒരു മൈക്കിന്റെ മുമ്പിൽ കിടന്ന് അഭ്യാസം കളിക്കുന്നതല്ല. ബി.ജെ.പി കൃത്യമായി പറഞ്ഞു. ബി.ജെ.പിയുടെ കാലങ്ങൾ ബി.ജെ.പി ഡെവലപ്മെന്റ് ആണ് സംസാരിച്ചത്. കാസ്റ്റിസവും അതുപോലെ തന്നെ കറപ്ഷനും അതുപോലെ തന്നെ കുടുംബവാഴ്ചയും എല്ലാം നിർത്തലാക്കിക്കൊണ്ട് 10 വർഷക്കാലം ഞങ്ങൾ അധികാര ശ്രേണിയിൽ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള വികസന അജണ്ടയാണ് ഞങ്ങൾ ജനങ്ങളോട് സംസാരിച്ചത്. ബി.ജെ.പിയുടെ അധികാരത്തിലിരുന്ന സർക്കാർ കൊടുത്ത ബെനിഫിഷ്യറീസ്, അത് ചെറിയ ഘടകമല്ല. ലാഭാർത്ഥി അഭിയാൻ എന്ന് പറയപ്പെടുന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. ആ ലാഭാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഗുണഭോക്താക്കൾ, ആ ഗുണഭോക്താക്കളുടെ വോട്ടുകൾ മാത്രം മതി ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം 400ലേക്ക് എത്താൻ. നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയപ്പെടുന്നത് നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നോക്കണം, 31 ലക്ഷം കോടി രൂപ, 31 ലക്ഷം കോടി രൂപയാണ് ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ ബി.ജെ.പി സർക്കാർ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരടങ്ങുന്ന, ചെറുപ്പക്കാരടങ്ങുന്ന, ഫാർമേഴ്സ് അടങ്ങുന്ന സാധാരണക്കാരിലേക്ക് 31 ലക്ഷം കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു. ആ ചെയ്ത പ്രവർത്തികൾ നടപ്പിലാക്കിയ ഗവൺമെന്റിന് ഇവർ വോട്ട് ചെയ്യാതിരിക്കുമോ? 11 കോടി ടോയ്ലറ്റ്സുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കൊടുത്തു. നിങ്ങൾ നോക്കണം, പാവപ്പെട്ട സ്ത്രീകൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, ഇവർക്കൊക്കെ ഏറ്റവും തീരാ ദുഃഖമായിരുന്ന അല്ലെങ്കിൽ സാധിക്കാതിരുന്ന അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അടക്കം പോലും ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടത്തെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഒപ്പോസിഷൻ നിൽക്കുന്ന പോലെ തന്നെ കൺസോളിഡേറ്റഡ് മാധ്യമങ്ങൾ ബി.ജെ.പിക്ക് എതിരായി നിന്നുകൊണ്ട് പറയുന്നത് എന്താ? സൗത്ത് ഇന്ത്യയിൽ ബി.ജെ.പിക്ക് കയറാൻ സാധ്യമാകില്ല, ക്രൈസ്തവ വോട്ട് ബി.ജെ.പിക്ക് കിട്ടില്ല. അങ്ങനെ ജാതി തിരിച്ച്, മതം തിരിച്ച്, റീജിയൻ തിരിച്ച് ബി.ജെ.പിക്ക് എതിരായിട്ട് പറയുന്ന മാധ്യമങ്ങളോട് ബി.ജെ.പിയുടെ വക്താക്കൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് ആധികാരികമായി പറയാനുള്ളത്, ഞങ്ങൾ ജാതി തിരിച്ചോ വർഗം തിരിച്ചോ വർണ്ണം നോക്കിയോ അല്ല ഞങ്ങൾ ഇത്തവണത്തെ വോട്ടുകൾ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ എന്നല്ല, നോർത്ത് ഇന്ത്യയിൽ എന്നല്ല, ഇന്ത്യയിലൊട്ടാകെ ഞങ്ങളുടെ ആധിപത്യം ഉണ്ടാകും. അതിൽ ഞങ്ങൾ കൃത്യമായി 400 സീറ്റിലേക്ക് നടന്നു കയറും. ആ 400 സീറ്റിലേക്ക് നടന്നു കയറാൻ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ജൻധൻ യോജനയായിക്കോട്ടെ, സ്വച്ഛ് ഭാരത് അഭിയാൻ ആയിക്കോട്ടെ, ഗരീബ് കല്യാൺ യോജനയായിക്കോട്ടെ, ഫസൽ ബീമ യോജനയായിക്കോട്ടെ, വിശ്വകർമ്മ അഭിയാൻ ആയിക്കോട്ടെ, ഉജ്ജ്വല യോജനയായിക്കോട്ടെ, 11 കോടി കക്കൂസുകൾ പണിതു കൊടുത്ത പദ്ധതി ആയിക്കോട്ടെ, ഏത് മേഖലകളായിക്കോട്ടെ, റോഡ്, തോട്, പാലം, ബൈപ്പാസ്, ട്രെയിന്, എയർപോർട്ട്, IIT എല്ലാം, വിദ്യാഭ്യാസ മേഖലകൾ അടക്കമുള്ള മേഖലകളിൽ ബി.ജെ.പി സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ നോക്കൂ, നരേന്ദ്രമോദിക്കെതിരായി ഇവർ ഉയർത്തിക്കാണിക്കുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടപ്പോഴാണ് ഇവർ കെജ്രിവാളിന്റെ പുറകെ ഓടിയത്. കെജ്രിവാളിനെ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് എന്താണ് ഇവർ ഒരു പുതിയ രാഹുൽ ഗാന്ധിക്ക് അപ്പുറത്തുള്ള ഒരു നേതാവ് അങ്ങ് ചിത്രീകരിക്കുകയാണ് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷ സംവിധാനത്തിന് നേതാവില്ലാത്തൊരവസ്ഥ.